പഴവും പപ്പടവും കുറച്ച് അച്ചാർ അതെങ്ങനെ മിക്സാക്കി ഞാൻ വെച്ച് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്രാവശ്യം ഓണവും നബിദിനൊക്കെ ഒരേ ദിവസമാണ് വന്നത്. വെള്ളിയാഴ്ചയാണ് ഓണവും നബിദിനൊക്കെ ഉണ്ടായിരുന്നത്. സാധാരണ ഞാൻ ഓണത്തിനായാലും വിഷുവിനായാലും നബിദിനത്തിനായാലും ഒക്കെ എൻ്റെ വീട്ടിലാണ് ഉണ്ടാവാറ്. നാട്ടിലൊക്കെ ഓണത്തിൻ്റെ ടൈമിൽ എന്ന് പറയുന്നത് വീട്ടിലെല്ലാവരും ഉണ്ടാവുന്ന ടൈമിൽ അൻസിയും കുഞ്ഞുമൊക്കെ കൂടിയിട്ട്, അൻസി എന്ന് വെച്ചാൽ ഇക്കാടെ വൈഫും ഒക്കെ കൂടിയിട്ട് ഓണസദ്യ ഒക്കെ സെറ്റാക്കാറുണ്ട്. അൻസി പെട്ടെന്ന് ഓരോ ഐറ്റംസ് ഉണ്ടാക്കും. നല്ല ടേസ്റ്റുമാണ്. കുഞ്ഞമ്മ അതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് പരിപാടികളൊക്കെ കുഞ്ഞമ്മ അടുപ്പിച്ചു കൊടുക്കും. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഓണൊക്കെ ആഘോഷിക്കാറുണ്ട്. പിന്നെ അൻസി പോയതിന് ശേഷം കുഞ്ഞമ്മ രംഗത്തേക്ക് ഇറങ്ങി. കുഞ്ഞമ്മാനെ കൊണ്ട് പറ്റുന്ന സംഭവങ്ങളൊക്കെ അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണമൊക്കെ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം ഞാൻ ദുബായിലാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓണസദ്യ കഴിക്കാനൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോണത്. അങ്ങനെ നമ്മൾ നേരെ നെസ്റ്റോയിലുള്ള ഫുഡ് ബുക്കിലേക്കാണ് വന്നത്. ഫുഡ് ബുക്കിയിൽ ഞങ്ങൾ ആദ്യം ഒരു 1 വീക്ക് മുമ്പ് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബുക്കിംഗ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ബുക്കിംഗ് ഒന്നുമില്ല, വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിക്ക് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ട്. വേറെ കുറേ സ്ഥലത്തും ഞാൻ ഓണസദ്യയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഫുഡ് ബുക്കിൽ വന്നിട്ട് കഴിക്കണം എന്നായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം ക്യൂവിൽ നിന്നതിന് ശേഷം എന്താ പറയുക, അവിടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് പേര് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ അതിൻ്റെ ഫസ്റ്റ് വന്നവരെ അനുസരിച്ചിട്ട് അവർ അവിടെ വിളിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ ആവാൻ പറ്റും. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റ് സാരിയും അതുപോലെ സെറ്റ് പട്ടുപാവാട അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ട്രഡീഷനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു ഹിന്ദുസിൻ്റെ കല്യാണത്തിനൊക്കെ വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. കുറേ നേരം ക്യൂ നിന്നെങ്കിലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോകണല്ലേ എന്നുള്ള ത്രില്ലിങ്ങിലായിരുന്നു നിന്നിരുന്നത്. പിടിച്ചോട്ടാ. ഇത് ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് ബുക്കിൻ്റെ തന്നെ ഒരു ഹാൾ അപ്പുറത്തെ സൈഡിലുണ്ട്. അതിലിങ്ങനെ കുറേ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓൾറെഡി അവരിങ്ങനെ കറികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ റൈസ് മാത്രമേ ഇടേണ്ടതുള്ളൂ. അപ്പോൾ കറികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കറികളുണ്ടായിരുന്നു. കൂട്ടുകറി, അവിയൽ, മോരുകറി, പച്ചടി, കിച്ചടി, ബീട്രൂട്ട് പച്ചടി, സാമ്പാർ, രസം, പരിപ്പ് കറി, അങ്ങനെ എന്തൊക്കെയോ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 3 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. അടപ്രഥമൻ, പിന്നെ അതുപോലെ ചെറുപയർ പായസം, സേമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടേബിളിൽ എന്ന് പറയുന്നത് 6 പേർക്കുള്ള സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇച്ചൂസിന് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സദ്യക്ക് തന്നെ 40 ദിറംസാണ്. അപ്പോൾ ഇച്ചൂസ് എന്തായാലും കഴിക്കില്ല. അപ്പോൾ പിന്നെ വെറുതെ ഇരുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലൊക്കെ മടക്കി വെച്ചേക്കണത്. പക്ഷെ മെയിനായിട്ടുള്ള ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓണസദ്യ കഴിക്കാൻ പറ്റിയില്ല. ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാരിക് റൈസ് ഇല്ല, മോട്ട റൈസ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ മോട്ട റൈസ് കഴിക്കൂല. റെഡ് വര പോലത്തെ സംഭവം നല്ല സാധനമാണ്. പക്ഷേ എനിക്കെന്തോ അത് ഇഷ്ടമല്ല. ഞാൻ ഇന്നവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അന്തംഗമ്മിയായിട്ട് ഇവർ കഴിക്കുന്നത് നോക്കിയിരിക്കാൻ എനിക്ക് പറ്റുമോ. മീനില്ലാണ്ട് സദ്യ എങ്ങനെയുണ്ട്? ഹാസിൽക്ക് അവിടെ പായസം തിന്നാൻ വേണ്ടി എല്ലാ ഗ്ലാസ് പോലെ ആക്കിക്കൊണ്ട് ഞാൻ ശരിക്കും പെട്ട അവസ്ഥയിലായിരുന്നു. എനിക്കിതൊന്ന് രുചിച്ചു നോക്കാൻ പോലും പറ്റിയില്ല. അത്രയും പരിതാപകരമായ അവസ്ഥയിൽ പെട്ട് ഞാൻ പിന്നെ കറി മാത്രം ഇരുന്ന് തിന്നാന്ന്. പക്ഷെ കറി മാത്രം ഇരുന്ന് വെറുതെ തിന്നു കഴിഞ്ഞാലും 40 റംസിനോട് ചാർജ് ചെയ്യും. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നിന്നും പാലട പായസം മാത്രം എടുത്തിട്ട് ഞാൻ കുടിച്ച്. അങ്ങനെയാണ് അവിടെ ഇവരെ ഫുഡ് കഴിക്കണേന്ന് നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തിരുന്നത് അതാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് വിചാരിച്ചു എന്നാൽ പിന്നെ പാർസൽ വാങ്ങാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവരോട് ചോദിക്കുകയും ചെയ്ത് എന്നാൽ ചപ്പാത്തിയോ വേറെ എന്തെങ്കിലും പൊറോട്ട എന്തെങ്കിലും റൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ് ഐറ്റംസ് ഉണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ 1 വീക്ക് മുമ്പ് വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
പറഞ്ഞോ പഴോ പറഞ്ഞോ. ഈ പഴവും പപ്പടവും കുറച്ച് അച്ചാർ അതെങ്ങനെ മിക്സാക്കി ഞാൻ വെച്ച് ലാസ്റ്റ് പിന്നെ അവിടെ ഇങ്ങനെ മറ്റേ ബോക്സ് ടൈപ്പിലെല്ലാം ആക്കി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചാർജ് വരുന്നത് 43 ദിർഹംസ് ആയിരുന്നു. ലാസ്റ്റ് അത് തന്നെ മേടിക്കേണ്ടി വന്ന്. അതായിട്ട് നേരെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോവാണ്. ഇനി ഫ്ലാറ്റിൽ പോയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഓണസദ്യ കഴിക്കണം പ്രതീക്ഷിച്ചു പോയ എനിക്ക് സങ്കടപത്രം എനിക്ക് ഓണസദ്യ കിട്ടിയില്ല. ഞാൻ ഇനി ഇവിടെ വന്നിട്ടാണ് ഓക്കെ കണ്ട് ഇവിടെ വന്നിട്ടാണ് ഞാൻ റൈസ് ഉണ്ടാക്കിയിട്ട് ഈ കറിയുടെ ഒപ്പം കഴിക്കാൻ. അപ്പം ഇതാണ് ഫുഡ് ബുക്കിൻ്റെ എന്താ പറയുക ഓണത്തിൻ്റെ ബോക്സ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത് കാണിച്ചു തരാം. കുറേ കറികളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് പേരറിയാത്തതുകൊണ്ടാണ്. കുറേ എന്തൊക്കെയോ കായ്പേരി, കേബേജ് ഉപ്പേരി, പയറുപ്പേരി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റൈസും പിന്നെ അതുപോലെ പഴവും ഇഞ്ചമ്പുളി പിന്നെ എന്തായിരുന്നു മോര് കറിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. റൈസ് ഇതിലും ഉണ്ട്, മറ്റേ മോട്ട റൈസ് തന്നെയാണ്. പക്ഷെ ഞാനത് മാറ്റിയിട്ട് ഇനി നേരെ കിച്ചണിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നേരെ കിച്ചണിൽ പോയി എനിക്ക് എന്താ പറയുക എനിക്കുള്ള റൈസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വിസിലൊക്കെ അടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് ഏകദേശം 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഷിക്കുവാണെങ്കിൽ ഇതൊക്കെ കഴിച്ച് അവിടെ ഒരുറക്കം കഴിഞ്ഞ് അവിടെ ഫ്ലാറ്റായി കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ ഓരോ കറികളായിട്ട് സെറ്റ് ചെയ്ത് അവർക്ക് എങ്ങനെയാണോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഞാനിവിടെ എനിക്ക് വേണ്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി സെറ്റാക്കി എല്ലാം അതേപോലെ തന്നെ ഏകദേശം അറേഞ്ച് ചെയ്ത് വെച്ച് ബാക്കി സാമ്പാറും രസവും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പാത്രത്തിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് ഇനി ഞാനൊരു പിടുത്തം പിടിക്കാൻ പോവാണ്. കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ച് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ. കാരണം എന്താ വെച്ചാൽ കുറേ കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മീൻ ഇറച്ചി അങ്ങനെ ഒന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ കുറേ കറികളുണ്ടാവണം സദ്യയൊക്കെ കഴിക്കുമ്പോൾ, അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഷിക്കൂനാണ് മീൻ പൊരിച്ചതില്ലാണ്ട് സദ്യ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. പക്ഷേ മൂപ്പരാൾക്കും ഇഷ്ടമായി. അങ്ങനൊരു മീനോ ചിക്കനോ ഒന്നും ഇല്ലാണ്ടും സദ്യ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആദ്യമായിട്ടാണ് ഷിക്കു അങ്ങനെ പറയുന്നത്. അപ്പോൾ അത്രയും അടിപൊളിയായിരുന്നു. ഇതിലൊരു വൈറ്റ് കളർ കറി ഉണ്ടായിരുന്നു, അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ബാക്കി എല്ലാ കറികളും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ 3 പായസം കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. കൂടുതലായിട്ടും ഇതേ പാലട പ്രഥമനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം അത് ഞാൻ കുടിച്ചു നോക്കും. കിടിലം പായസം, ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ സേമിയ പായസം കുടിക്കും, പക്ഷെ അത്ര ഇഷ്ടമല്ല. അപ്പം ഞാനത് ജസ്റ്റ് ഒന്നൊരു തരി കുടിച്ച് നോക്കാമെന്ന് ചോദിച്ച്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി പായസമായിരുന്നു. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് നമ്മളെ ചെറുപയർ പായസമായിരുന്നു. അതെനിക്ക് പക്ഷേ ഇഷ്ടമല്ല, ഞാൻ ടേസ്റ്റ് പോലും നോക്കിയില്ല. ഞാൻ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ അതിൻ്റെ മണം എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പം എൻ്റെ വയറും ഫുള്ളായി, എനിക്ക് മനസ്സ് നിറഞ്ഞ്. അപ്പോൾ ഒരു പഴം കൂടിയും കഴിച്ചിട്ട് ഇതങ്ങോട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ. അപ്പോൾ എല്ലാവർക്കും